ഹായ് ഗൈസ്, ഇന്ന് 10ഉം 12ഉം വീലും അതുപോലെ JCB എക്സ്കവേറ്ററൊക്കെ ഓടിക്കണം, ക്രെയിനൊക്കെ ഓടിക്കണം, നല്ല ഇരട്ടച്ചങ്കന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അത്രയധികം കളക്ഷനാണ് ക്യാറ്റിലൊക്കെ വന്നിട്ടുള്ളത്. ക്യാറ്റിൻ്റെ ഈ കോൺക്രീറ്റ് മിക്സർ ഉണ്ട്, ഫുള്ളി പ്രീമിയം പാക്കിങ്ങുള്ള സാധനങ്ങളാണ് ഈ കോൺക്രീറ്റ് മിക്സറിൻ്റെ. ഇതൊക്കെ നമുക്കിങ്ങനെ റോൾ ചെയ്യാം. തൊട്ടിപ്പുറത്തിരിക്കണം എൻ്റെ നോക്കി നിങ്ങൾ, ഇത് നമ്മുടെ ഒരു ടോറസൊക്കെ പോലത്തെ ഒരു സാധനം. ഇത് കുറച്ചുകൂടെ പഴയ ടൈപ്പ് ക്യാറ്റ്സാണ്, കുറച്ച് പണ്ടുണ്ടായിരുന്ന ക്യാറ്റ്സിൻ്റെയൊക്കെ സാധനങ്ങളാണ്. ഇതൊക്കെ അൺലോഡ് ചെയ്യണ ടൈപ്പ്. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ അറിയാണ്ട് ഊരി പോകുന്നതാണ്, ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇതുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇപ്പുറത്ത് വേറെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ കൂടുതലും പാടത്തേക്ക് കണ്ടിട്ടുള്ളത് കാറ്റർപില്ലറിൻ്റെ ലോഡ് അടിക്കാനുള്ള സാധനം. മണ്ണടിക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറ. പിന്നെ ക്രെയിൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ക്രെയിൻസിൻ്റെ ഈ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് മാറ്റാം, എന്നിട്ട് വേറെ ഇടാൻ വേണ്ടിയുള്ള ബാസ്ക്കറ്റിലെ ഡ്രില്ലും ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് കുറച്ചുള്ളത് ഫുള്ള് അമേരിക്കൻ സ്റ്റൈല് ട്രക്സാണ്. അതിൽ ട്രാൻസ്പോർട്ടർ സീരീസാണ് എല്ലാം. എനിക്ക് തോന്നുന്നു ട്രാൻസ്പോർട്ട് സീരീസ് എന്ന് ഉദ്ദേശിക്കണം ട്രാൻസ്പോർട്ടർ മൂവിയല്ല, ട്രാൻസ്പോർട്ട് സീരീസാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞത്, ഇത് ട്രെയിലർ മാത്രമാണ്, ലോങ് വീൽ ബേസ്. ഓക്കെ, ഇത് എത്ര വീലുണ്ട്? 2 അല്ലെങ്കിൽ 6 12 വീലായി ഇവിടെ. അതിൻ്റെ 18 വീലിൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് ബോണറ്റ് തുറക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. തുറന്നില്ല ഞാൻ പൊളിച്ചെടുക്കും മിക്കവാറും. കണ്ടേ എൻജിന് കാര്യങ്ങളൊക്കെ ചെറിയ എൻജിനാണ്. പിന്നെ ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല, ഫുള്ളി മെറ്റൽ ബോഡിയാണ്, കുറച്ച് പ്ലാസ്റ്റിക് മിക്സ് ഉണ്ട് എന്നേ ഉള്ളൂ. കണ്ട എല്ലാത്തിനും പല പല ഡിഫറൻഷ്യലാണ്. റബ്ബർ ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തിരിക്കണത് നമ്മുടെ ഈ മണ്ണൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് ലോഡ് ചെയ്യണത്. ഇതൊക്കെ ഇല്ലേ ഫുള്ള് മെറ്റലാണ് കേട്ടോ. സൗണ്ട് കേട്ടോ, മെറ്റലാണ്. ഇത് റബ്ബർ ടയർസാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഈ ടയർ തിരിയും സപ്പോർട്ടിന് വേണ്ടി. ഓവർലോഡൊക്കെ കയറുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി ഈ ഒരു ടയറും ഇതിൻ്റെ അത് തിരിയും. പിന്നെ എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി? പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ പൊക്കാട്ടെ, ഇത്തരം ലോഡ് നിങ്ങൾക്ക് അടിക്കുക, അതുപോലത്തെ സാധനവും. പിന്നെ ബാക്കിലൊരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട്, അതും റബ്ബറാണ്. ഇപ്പുറത്ത് വേറൊരു മോഡൽ ഇരിക്കുന്നുണ്ട്, സെയിം തന്നെ വൈറ്റ് കളറ്. അതിൻ്റെ ഈ ടയറിങ്ങനെ നമുക്ക് താഴ്ത്താം, ടയറിങ്ങനെ നമുക്കത് പൊക്കിയെടുക്കാം. ഇതിങ്ങനെ താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ടേൺ ചെയ്യാനും പറ്റും. ഞാൻ താഴത്തേക്ക് ഇറക്കി കാണിച്ചിടാം. താഴത്തേക്ക് ഇറക്കി, അയ്യോ ഇതണ്ട ടേൺ ആണ് ടൈപ്പാണ്. ഇതൊക്കെ ആവശ്യമില്ലെങ്കിൽ മേളിലേക്ക് വെക്കാം. അതിപ്പോൾ എല്ലാ ലോറിക്കും നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യും. ഇതെല്ലാം മൂവിങ് പാർട്സാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് പാർട്സൊക്കെ മൂവ് ചെയ്യാം. ഇതിൻ്റെ വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. ഇതാണ് എനിക്ക് തോന്നുന്നത് ഉള്ളതിൽ സിമെൻറ്റ് മിക്സർ. കണ്ട സിമെൻറ്റ് മിക്സ് ചെയ്യണ മെഷീനാണ്. ഇതിൻ്റെ ഈ ടയറിലെ മേളിലേക്ക് നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ മേളിലേക്ക് വെക്കാം, ഇത് വേണമെങ്കിൽ താഴത്തേക്ക് വെക്കാം. ലോഡ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാമെന്നാണ്. ഇതും ആ ഒരു സെയിം ടൈപ്പാണ്. ഇവിടുത്തെ പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇത് 4999, ഇത് 4999, ഇത് അറൗണ്ട് എനിക്ക് തോന്നുന്നു 4299 എന്തോ ആണ്. ഇത് 4999, ഇത് 4999, പിന്നെ ഇത് 5999 എന്ന് പറഞ്ഞു. ഇത് 5500. ഇവിടെ നിന്നുള്ളതെല്ലാം 5500 റുപ്പീസാണ് വരുന്നത്. ഇരിക്കുന്നതെല്ലാം ട്രാൻസ്പോർട്ടർ സീരീസാണ്, ലോറികൾ. അപ്പോൾ DM ഡൈകാസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പുതിയ സ്കെയിൽ മോഡൽസാണ്. ഇത് 1:87, ഇത് 1:50 സ്കെയിലുമാണ്. ലോറിയെല്ലാം 1:50 സ്കെയിലും, ഇതെല്ലാം 1:87 സ്കെയില്. എക്സ്കവേറ്ററും ട്രക്സൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ സ്ഥലം അറിയാമല്ലോ, ഫ്രിസ്ബീസ് കൊച്ചി. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിന് പുതിയൊരു വീഡിയോ ഇട്ടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ശരി ഗൈസ്, ബൈ.